89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. കൂടെ ജോ ആണ്. ഓഗസ്റ്റ് എന്ന മാസം പലർക്കും പലതാണ്. ഇപ്പം ഓണം അടുത്ത് വരുന്നു. ഓണത്തിന്റെ പ്രിപ്പറേഷനാണ് പലർക്കും. ചിലവർ വള്ളംകളിയുടെ മൂഡിലാണ്. പക്ഷേ നമ്മൾ ആരോഗ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം നാഷണൽ ഇമ്മ്യൂണൈസേഷൻ അവയർനെസ് മന്ത് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഇന്നത്തെ SK ജംഗ്ഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. വി ഹാവ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിളകം. നമ്മൾ മാമുമായിട്ട് ഇന്ന് ചേർന്ന് വാക്സിനേഷനെ കുറിച്ച്, ഇമ്മ്യൂണൈസേഷനെ കുറിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് ഒരാൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേണോ വേണ്ടയോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഒരുപാട് പേർക്കുണ്ട്. കാരണം ഈ വാക്സിനേഷൻ പലർക്കും ഒരു പേടി സ്വപ്നമാണ്, ഭീതിജനകമാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നത് മാതാപിതാക്കൾക്ക് പേടിയാണ്, മുതിർന്നവർ യൂസ് ചെയ്യുന്നത് അവർക്ക് പേടിയാണ്. നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതായത് മുതിർന്നവരോട് വാക്സിൻ എടുക്കണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ എടുത്തിട്ടുണ്ട്, സോ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള പല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിൽ തുടങ്ങി നമ്മുടെ SK ജംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇമ്മ്യൂണൈസേഷൻ മന്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ധാരണയുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു ധാരണ ശരിയാണോ തെറ്റാണോ, എന്താണ് മാമിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് SK ജംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ജോ പറഞ്ഞ പോലെ ഈ മാസം നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ അവയർനെസ് മന്താണ്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കുട്ടികൾക്ക് മാത്രമല്ല, അത് മുതിർന്ന ആൾക്കാർക്കും ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് യൂസ് ഉണ്ട്, വാക്സിനേഷൻ കൊണ്ട്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റിൽ വൂംബ് ടു ടൂംബ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ജനിക്കുന്നതിന് മുന്നേ, അതായത് വൂമ്പിൽ വെച്ച് തന്നെ വാക്സിനേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അത് തുടർന്നും ജീവിതകാലം മുഴുവൻ തുടർന്നും അവസാനം വരെയും വാക്സിനേഷൻ്റെ ബെനിഫിറ്റ് ഉണ്ടെന്നാണ്. അപ്പം ജോ ഇപ്പം ചോദിച്ച പോലെ ചെറുപ്പത്തിൽ നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടല്ലോ, അപ്പം പ്രായമാകുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്, അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ എടുക്കുന്ന വാക്സിനേഷന് ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു കാലപരിമിതിയുണ്ട്. അത് കഴിയുമ്പം ആ വാക്സിൻ്റെ പ്രൊട്ടക്റ്റീവ് സ്ട്രെങ്ത് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്കും പ്രായമേറുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ അസുഖങ്ങൾ നമുക്കും വന്ന് ചേർന്നേക്കാം. അപ്പം ഇതെല്ലാം ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വാക്സിനേഷൻ കൊണ്ട് വളരെ യൂസ്ഫുൾ ആണെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, മാം ഭയങ്കര സോഫ്റ്റായിട്ട് കാമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുവാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ മാമിൻ്റെ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കണ്ണ്, ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഇനി എന്തായാലും അട്രാക്റ്റീവായിട്ടുള്ള കുറേ പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു സർഗക്ഷേത്ര 89.6 FM. ഇത് SK ജംഗ്ഷനാണ്. കൂടെ ഉള്ളത് RJ ജോ ആണ്. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. ജോ ആണ് കൂടെയുള്ളത്. നമ്മളിന്ന് ഇമ്മ്യൂണൈസേഷൻ മന്ത് നമ്മളിന്ന് എൻജോയ് ചെയ്യുകയാണ്. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ അവയർനെസ് മന്തിൽ ഈ ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അവയർനെസ് നമുക്ക് വേണം. ആ കാര്യങ്ങൾ കേട്ടറിയാനായി നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിളകം. മാം മുമ്പേ പറഞ്ഞിരുന്നു, അതായത് വൂം ടു ടൂംബ് എന്നുള്ളതായിരുന്നു മുമ്പേ പറഞ്ഞിരുന്നത്. അപ്പോൾ കാരണം നമുക്കൊരു വാക്സിനേഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്നു, പക്ഷെ അതിൻ്റെ ഒരു നാൾ കഴിയുമ്പോൾ അതിൻ്റെ പവർ പോകുന്നു, വീണ്ടും നമ്മളത് കൊടുക്കുന്നു. അങ്ങനെ ഒരു ബൂസ്റ്ററായിട്ടാണ് നമ്മൾ വാക്സിനേഷൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാക്സിൻസ് ലൈഫ് ടൈം ഫുൾ നമുക്കൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുമോ, അല്ലെങ്കിൽ വീണ്ടും ബൂസ്റ്റർ കൊടുക്കണം, എത്ര നാൾ ഇടവിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്, തുടങ്ങിയ സംശയങ്ങൾ നമുക്കുണ്ട്. സോ അതൊന്ന് വ്യക്തമാക്കാവോ? എല്ലാ വാക്സിൻസിനും ബൂസ്റ്ററിൻ്റെ ആവശ്യമില്ല. ചില വാക്സിൻസ് നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുന്ന വാക്സിൻസ് ഉണ്ട്. ലൈക്ക് ചിക്കൻ പോക്സ് വാക്സിനൊക്കെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുന്ന വാക്സിനാണ്. പക്ഷേ മറിച്ച് ഇൻഫ്ലുവൻസ വാക്സിനൊക്കെ എല്ലാ വർഷവും നമ്മൾ ബൂസ്റ്റർ എടുക്കേണ്ടതായിട്ട് വരും. അത് ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻഫ്ലുവൻസ വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇയർലി അതിൻ്റെ ജനറ്റിക് മേക്കപ്പ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക ഡ്യൂ ടു സർട്ടൻ ഫിനോമിന ലൈക്ക് ആൻറ്റിജനിക് ഷിഫ്റ്റും ഡ്രിഫ്റ്റും എന്നൊക്കെ പറയും നമ്മൾ മെഡിക്കലി. ആ ഫിനോമിന കാരണം ജനറ്റിക് മേക്കപ്പ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിപണിയിൽ വരുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ ഇയർലി ഡിഫറെൻറ്റ് വാക്സിൻ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ മൺസൂൺ തുടങ്ങുന്നതിന് മഴക്കാലത്തിന് മുന്നേയാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കേണ്ടത്. ഐഡിയലി മെയ് മാസത്തിലൊക്കെ എടുക്കുവാണെങ്കിൽ ഈ ഫ്ലൂ ടൈമിൽ ഒരു കവറേജ് കിട്ടും നമുക്ക്. അപ്പം എല്ലാ വാക്സിൻസിനും ബൂസ്റ്ററിൻ്റെ ആവശ്യമില്ല, എന്നാൽ ചില വാക്സിൻസിന് ആവശ്യമുണ്ട്.
ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ വാക്സിൻസിനും അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ചിലതിന് വേണം എന്നുള്ളത് മാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും വ്യക്തമാവാനായിട്ടുണ്ട്. അതൊക്കെ കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. ഇന്ന് SK ജംഗ്ഷനിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്ന് നമ്മൾ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച്, വാക്സിനേഷനെ കുറിച്ചാണ് കേൾക്കുന്നത്. കാരണം ഓഗസ്റ്റ് ഈ മാസം എന്ന് പറയുന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ അവയർനെസ് മന്ത് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, കേട്ടിരിക്കണം, മനസ്സിലാക്കണം വാക്സിനേഷനെ കുറിച്ച്, ഇമ്മ്യൂണൈസേഷനെ കുറിച്ച്. അതിനായി നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലക. മാം, നമ്മൾ മുമ്പേ മാം പറഞ്ഞു എല്ലാ ബൂസ്റ്ററും ലൈഫ് ലോങ് അല്ല, എല്ലാ വാക്സിനേഷനും ലൈഫ് ലോങ് അല്ല, പക്ഷെ ചിലത് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് ചില വാക്സിനേഷൻ്റെ പേരുകൾ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. അതിലൊന്നാണ് ഈ ടെറ്റനസ് വാക്സിൻ എന്ന് പറയുന്നത്. സോ എന്താണ് സംഭവം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്, എത്ര വർഷം ഇടവിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് എന്നുള്ളതൊന്ന് പറയാമോ? ഈ ടെറ്റനസ് വാക്സിന് നമ്മൾ 10 വർഷം കൂടുമ്പം എടുക്കേണ്ട ഒരു വാക്സിനാണ്. പക്ഷേ അഥവാ മുറിവ് സാരമായ മേജർ വൂൺസോ എല്ലാം വരുവാണെങ്കിൽ നമ്മൾ 5 ഇയേഴ്സിന് മുന്നേ ആണ്, 5 ഇയേഴ്സ് കഴിഞ്ഞ് പോയി ലാസ്റ്റ് ഡോസ് ഓഫ് ടെറ്റനസ് എടുത്തെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ റുട്ടീനായിട്ട് 10 ഇയേഴ്സാണ് വാക്സിനേഷൻ സ്കെഡ്യൂൾ അനുസരിച്ച്. അതിനകത്ത് ടെറ്റനസ് വാക്സിനേഷൻ്റെ കൂടെ തന്നെ നമ്മൾ കവർ ചെയ്യുന്ന കുറച്ച് ഡിസീസസ് ഉണ്ട്, ലൈക്ക് ഡിഫ്തീരിയ, പെർട്ടൂസിസ്. നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പണ്ട് ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറഞ്ഞാൽ TT വാക്സിൻ എന്ന് പറയുന്നതായിരുന്നു. ഇപ്പം നമ്മൾ സ്കെഡ്യൂളിൽ TDAP എന്ന് പറഞ്ഞ വാക്സിനാണ്. അതായത് ടെറ്റനസ്, ഡിഫ്തീരിയ, പെർട്ടൂസിസ് എന്നീ 3 ഡിസീസസിനെയും കൂടെ എയിം ചെയ്തേക്കുന്ന ഒരു വാക്സിനേഷൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മെഡിക്കൽ ടേം അല്ലാണ്ട് ഞങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് മാറ്റുവാണെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, നമ്മൾ പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ എന്ന് പറയുന്നത്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. നമ്മൾ DPT എന്ന് പറഞ്ഞ വാക്സിനാണ് കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മളിപ്പം കൊടുക്കുന്നത് TDAP എന്ന് പറഞ്ഞൊരു വാക്സിനാണ്. അത് നമ്മൾ 10 വർഷം കൂടുമ്പോഴാണ് എടുക്കുന്നത്. ഫർദർ ആദ്യത്തെ ഇനീഷ്യൽ അഡൾട്ട് ആകുമ്പോൾ നമ്മൾ ഒരു ഡോസ് ഓഫ് TDAP കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഡോസസ് ടെറ്റനസിനെ, ഡിഫ്തീരിയനെ മാത്രം എയിം ചെയ്യുന്ന വാക്സിൻ എടുത്താലും മതി. ഓക്കെ, അപ്പം കുഞ്ഞുനാൾ മുതൽ പിന്നീട് ഒരു 10 വർഷത്തെ ഗ്യാപ്പ് ഒക്കെ എടുത്ത്, എനിക്ക് തോന്നുന്നു ഞാനതൊക്കെ എടുത്ത ഒരു ഓർമ്മയിലേക്ക് പെട്ടെന്ന് ഒരു നിമിഷം പോയതുപോലെ പോകുന്നു. അപ്പം ഒരുപാട് വാക്സിനേഷൻ ഓർമ്മകൾ, കുത്തിവെക്കൽ ഓർമ്മകളൊക്കെ പലരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു, എന്താണ് ഇത് നൽകുന്ന ആരോഗ്യം, എങ്ങനെയാണ് നമ്മളെ മെച്ചപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. നമ്മൾ ഒരു കുഞ്ഞുനാളായിരിക്കുന്ന സമയത്ത് വാക്സിനേഷനിലേക്ക് അച്ഛനും അമ്മയും കൊണ്ടുപോകുക. നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അവർ മിഠായി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ഉറുമ്പ് കടിക്കണ വേദനയുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഓരോ കുത്തിവയ്പ്പ് നമ്മളെ എടുപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു വേദന നമ്മൾ അന്ന് സഹിച്ചത് പിന്നീട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടായിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ ഇമ്മ്യൂണൈസേഷനെ ബൂസ്റ്റ് ചെയ്യുന്ന വാക്സിനേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. കാരണം ഓഗസ്റ്റ് മാസം അറിയപ്പെടുന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ അവയർനെസ് മന്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാക്സിനേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായി പറയാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലക. മാം, നമ്മൾ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇനി അറിയേണ്ടത് ഈ കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിൻ ഉണ്ട്, അത് മുതിർന്നവർക്ക് എടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ടോ? അത് എത്രമാത്രമാണ് ഈ മുതിർന്നവർക്ക് വേണ്ടി എടുക്കേണ്ടതായിട്ട് വരുന്നത്? നമ്മുടെ ചെറുപ്പത്തിലെടുത്ത ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിന്. അത് പെൻറ്റാവാലൻറ്റ് എന്ന് പറഞ്ഞൊരു വാക്സിൻ്റെ നാമത്തിലായിരിക്കും ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിലെ ഒരു ഘടകമാണ് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് B വാക്സിന് നമ്മളിപ്പം കിഡ്നി സംബന്ധമായ രോഗമുള്ള പേഷ്യൻസിന്, അതേപോലെ കരൾ സംബന്ധമായ രോഗമുള്ള പേഷ്യൻസ്, ഹൃദ്രോഗ ഉള്ളവർ, പ്രമേഹ രോഗികൾ, ഇവർക്കൊക്കെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനും കൂടെ കൊടുക്കാറുണ്ട്. പിന്നെ തന്നെയല്ല, നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിന്. അത് നമ്മൾ 3 ഡോസായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു സ്കെഡ്യൂളുണ്ട്, 0 മന്ത്, 1 മന്ത്, 6 മന്ത്. അപ്പം ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ അങ്ങനെ ഒരു വാക്സിനാണ്. അതേപോലെ തന്നെ MMR വാക്സിന് ഈ പറയുന്നത് നമ്മൾ 1957
മുന്നേ ഉള്ള ആൾക്കാർക്ക് MMR വാക്സിൻ്റെ ആവശ്യമില്ല. 1957 ശേഷം ജനിച്ചവർക്ക് MMR വാക്സിൻ വേണം എന്നാണ് പറയപ്പെടുന്നത്. ബിക്കോസ് 1957 മുന്നേ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഈ മംസിനോടും മീസിൽസിനോടും റൂബെലോയോടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 1957 ശേഷമുള്ള ജനിച്ചവർക്ക് എല്ലാവർക്കും MMR വാക്സിൻ വേണം. അതും നമ്മൾ ചെറുപ്പത്തിൽ എടുത്തൊരു വാക്സിനാണ്. 9 മന്ത്സിനും 15 മന്ത്സിലുമായിട്ട് നമ്മൾ എടുക്കും. പിന്നെ അത് പിന്നീട് നമ്മളുടെ ഒരു 90s കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ സെക്കൻഡ് ഡോസ് മിസ് ചെയ്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു ക്യാച്ചപ്പായിട്ട് അഡൾട്ട് ഇമ്മ്യൂണൈസേഷനിൽ MMR വാക്സിൻ എടുക്കാം. പിന്നെ അതിനകത്തുള്ള MMR വാക്സിനിൽ റുബെല്ല വാക്സിന് നമ്മൾ പ്രഗ്നൻസിയിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലാത്തൊരു വാക്സിനാണ് ഈ MMR വാക്സിൻ. അല്ലെങ്കിൽ റുബെല്ല തന്നെയായിട്ട് നമുക്ക് കിട്ടും, റുബെല്ല വാക്സിൻ എന്ന് പറഞ്ഞ്. അത് നമ്മുടെ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലാണ് കോമൺലി നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച്. അത് പ്രഗ്നൻസിക്ക് ഒരു 3 മന്ത്സ് മുന്നേ എടുക്കാൻ പറ്റുന്ന ഒരു വാക്സിനാണ് റുബെല്ല. പക്ഷെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം റുബെല്ല വാക്സിന് പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ വാക്സിനേഷനും അതുപോലെ തന്നെ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് എന്നുള്ളത് തുടർന്ന് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ജോ ആണ് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, ഡോക്ടർ ഇന്ദുബാമ മാത്യു, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തെലങ്ക്. മാം, നമ്മൾ വാക്സിനേഷനുമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ പ്രഗ്നൻസിയിലായിരിക്കുന്ന സമയത്ത് ചില വാക്സിനുകൾ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. സോ എന്താണ് അതിൻ്റെ നമ്മളങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വാക്സിനേഷൻ ആൻഡ് പ്രഗ്നൻറ്റ് ലേഡീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പ്രഗ്നൻസിയിൽ നമ്മൾ എടുക്കേണ്ട വാക്സിൻ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് എടുക്കേണ്ടത് ടെറ്റനസ് വാക്സിനാണ്. അത് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് എടുക്കേണ്ട വാക്സിനാണ്. അതായത് ആദ്യത്തെ 3 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് എടുക്കേണ്ടതാണ് ടെറ്റനസ് വാക്സിന്. അത് 2 ഡോസാണ് എടുക്കേണ്ടത്. നമ്മൾ ഈ ടെറ്റനസ് വാക്സിന് പ്രഗ്നൻറ്റ് വിമണിന് കൊടുക്കുന്നതോടെ നമുക്ക് നിയോനേറ്റൽ ടെറ്റനസ്, അതായത് നവജാത ശിശുവിന് വരുന്ന ടെറ്റനസിൻ്റെ സാധ്യത ഓൾമോസ്റ്റ് 0% ആണ്. എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നിയോനേറ്റൽ ടെറ്റനസ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന്. അപ്പം ടെറ്റനസ് വാക്സിൻ ഒരു മസ്റ്റായിട്ടുള്ളൊരു വാക്സിനാണ് ഇൻ പ്രഗ്നൻസി. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ എടുക്കരുതാത്തതെന്ന് പറയുന്ന വാക്സിൻ ഒന്ന് ഈ MMR വാക്സിനാണ്, റുബെല്ല വാക്സിൻ മെയിൻലി. പിന്നെ ചിക്കൻ പോക്സ് വാക്സിനും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് പ്രഗ്നൻസിയിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ചില ആളുകൾ അല്ലെങ്കിൽ ചില രോഗങ്ങളുള്ള ആളുകളും ഈ വാക്സിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അതിൽ സ്പെഷ്യലായിട്ടുള്ള ആളുകളാണ് ഈ ആസ്മ ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, ഹാർട്ട് പേഷ്യൻസ് ആയിട്ടുള്ളവർ. ഇവരും വാക്സിനേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? നമ്മൾ കിഡ്നി സംബന്ധമായ പേഷ്യൻസിനും അതേപോലെ ഈ ആസ്മ പേഷ്യൻസിനൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഗൈഡ് ലൈൻസിലുള്ളതാണ് ന്യൂമോകോക്കൽ വാക്സിന്. അപ്പോൾ അതിനകത്ത് PCV13 PPSV23 2 തരം വാക്സിനാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ PCV13 നമ്മൾ ആദ്യം എടുത്തിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് PPSV23 എടുക്കാൻ പറയുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ 5 ഇയേഴ്സ് ഗ്യാപ്പിലാണ് PPSV23 അഡ്വൈസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുമോ എന്ന് ചോദിച്ചാൽ PPSV23 നമ്മൾ 5 ഇയേഴ്സ് കഴിയുമ്പോൾ ഒരു ബൂസ്റ്റർ വേണ്ടി വരും നമുക്ക്. പക്ഷേ ഇപ്പം ഈ മാസം ഇറങ്ങിയൊരു പുതിയ ന്യൂമോകോക്കൽ വാക്സിനാണ് PCV20. അത് നമ്മുടെ കേരളത്തിലും ഇപ്പം ലഭ്യമാണ്. നേരത്തെ അത് വെസ്റ്റേൺ കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സിംഗിൾ ഡോസ് എടുത്താൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ന്യൂമോകോക്കൽ വാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ന്യൂമോണിയ മേജർ കോസ് ഓഫ് ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ആസ്മ രോഗികൾക്കൊക്കെ ഈ വാക്സിൻ എടുക്കുന്നതോടെ അവർക്ക് ന്യൂമോണിയ വരുന്ന ഒരു സാധ്യത കുറയും. അതേപോലെ തന്നെ ഈ ആസ്മ രോഗികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിന് എടുക്കുന്നത് അവർക്ക് ബെനിഫിഷ്യലാണ്. ബിക്കോസ് നമ്മളെ പോലത്തെ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഇൻഫ്ലുവൻസ വന്നതുകൊണ്ട് ഒരു ചുമ പനി ഒരു 1 വീക്ക് കൊണ്ട് അത് സബ്സൈഡ് ചെയ്യും. പക്ഷേ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ഇൻഫ്ലുവൻസ വൈറസ് പിടിപെടുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ന്യൂമോണിയ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ന്യൂമോകോക്കൽ വാക്സിനും ഇൻഫ്ലുവൻസ വാക്സിനും നമ്മൾ ഈ ആസ്മ പോലത്തെ രോഗങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ശ്രദ്ധിക്കണം, എന്താണ് അതിന് പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എന്താ നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പലവിധമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ തലകം. വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് മാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ. ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് വാക്സിൻസിൻ്റെ പേര് പറഞ്ഞു, റുബെല്ല, ടെറ്റനസ് അങ്ങനെ തുടങ്ങിയ കുറേ പറഞ്ഞു. അപ്പം ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഫെമിലിയർ ആയിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാവോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും എടുക്കാം. ഹെപ്പറ്റൈറ്റിസ് ബിയും എയും വാക്സിൻസിനൊക്കെ ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഓൾമോസ്റ്റ് നമുക്ക് പറയാം. വൺസ് അഡൾട്ട് ഏജിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 25 to 30 ഇയേഴ്സ് ഒരു കവറേജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എടുക്കേണ്ട ഒരു വാക്സിനാണ് ന്യൂമോകോക്കൽ വാക്സിൻ. എസ്പെഷ്യലി അബവ് 65 ഇയേഴ്സ് അബവ് ഉള്ള ആൾക്കാർക്ക് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കാം. അപ്പോൾ ന്യൂമോണിയയ്ക്കുള്ള റിസ്ക് കുറയും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ ടെറ്റനസ്, TDAP ഇഞ്ചെക്ഷൻസ്, പിന്നെ ചിക്കൻ പോക്സ് വാക്സിനും ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു വാക്സിനാണ്. അത് ചിക്കൻ പോക്സ് വരാത്ത ആൾക്കാർ എടുത്താൽ മാത്രം മതിയായിരിക്കും ചിക്കൻ പോക്സ് വാക്സിൻ. പിന്നെ ഉള്ളത് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിന്. ഈ HPV-നെ കുറിച്ച് പറയുമ്പോൾ ഇത് മുതിർന്നവർക്കും ഈ ഒരു വാക്സിൻ പ്രസക്തമാണോ, അതെങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? HPV വാക്സിൻ കൂടുതലും നമ്മൾ മുതിർന്നവരെക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്, മുതിർന്നവരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അബവ് 60-65 ഒരു മിഡിൽ ഏജിനേക്കാളും യങ്ങർ ജനറേഷൻസിനാണ് കുറച്ചും കൂടെ ബെനിഫിറ്റ്. അത് ആക്ച്വലി ലെസ് ദാൻ 15 ഇയേഴ്സ് തൊട്ട് തുടങ്ങാം. 9 ഇയേഴ്സ് അബവ് തൊട്ട് HPV വാക്സിൻസ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നുണ്ട്. 9 to 14 ഇയേഴ്സ് കൊടുക്കാം. പിന്നെ 15 ഇയേഴ്സ് കഴിഞ്ഞുള്ളവർക്ക് നമുക്ക് കൊടുക്കാം. അപ് ടു 26 ഇയേഴ്സ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മുടെ ചില സ്പെഷ്യൽ കൺസിഡറേഷൻ വെച്ച് 45 ഇയേഴ്സ് വരെ HPV വാക്സിൻ കൊടുക്കാൻ പറ്റും സ്കെഡ്യൂൾ അനുസരിച്ച്. ഐഡിയലി നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുന്നെയാണ് HPV വാക്സിൻ എടുക്കേണ്ടത്. പിന്നെ HPV വാക്സിൻ എടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സർവൈക്കൽ ക്യാൻസർ, സ്ത്രീകൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ പ്രിവെൻഷന് ഇത് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ അപ്പം ഇത് ജെൻഡർ ഫീമെയിൽക്കാർക്ക് മാത്രമാണ്, ഫീമെയിൽസിന് മാത്രമാണ് പറ്റുന്നതെന്ന് ചോദിക്കുമ്പം അല്ല, അത് പുരുഷന്മാർക്കും എടുക്കാൻ പറ്റും. ബിക്കോസ് നമ്മളുടെ വായിലെ ക്യാൻസേഴ്സ്, ഓറൽ ക്യാവിറ്റി, ഓറോഫാരിഞ്ചൽ ക്യാൻസേഴ്സിനെയൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ മലദ്വാരത്തിലുള്ള ക്യാൻസേഴ്സ്, അതിനൊക്കെ ഒരു പ്രിവെൻഷനാണ് HPV വാക്സിൻസ്. ഓക്കെ, അപ്പം എന്താണ് HPV വാക്സിൻസ്, അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള മസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ചില വാക്സിൻസിൻ്റെ പേരും കൂടെ നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ മാം പറഞ്ഞ ഒരു കാര്യം, ഓരോ വാക്സിൻസ് പറഞ്ഞപ്പോഴും ഇന്ന ഏജുകാർക്കാണ് ഇത്, അല്ലെങ്കിൽ ഇന്ന ഏജ് മുതലാണ് ഇത് വേണ്ടത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം മുതിർന്നവർക്ക് 65 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിന് വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ അവയർനെസ് മന്ത് ആണ് ഓഗസ്റ്റ്. നമ്മളുടെ അവെയർ ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഇമ്മ്യൂണൈസേഷനെ കുറിച്ച്, നമുക്ക് ഇമ്മ്യൂണൈസേഷൻ നൽകുന്ന വാക്സിനേഷനുകളെ കുറിച്ച് SK ജംഗ്ഷനിലൂടെ. ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ തലകം. മാം, നമ്മൾ ഈ വാക്സിനേഷനുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഈ മുതിർന്ന ആളുകൾ, അതായത് സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്ന അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മുമ്പേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്സിനുകൾ പറഞ്ഞപ്പോൾ മാം പറഞ്ഞൊരു പേരാണ് ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറഞ്ഞത്, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. സോ ഈ ഒരു സീനിയർ സിറ്റിസൺസിൽ ശ്വാസകോശ രോഗങ്ങൾ തടയാനായിട്ട് സഹായിക്കുന്ന വാക്സിനുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അറിയണം. അതുപോലെ തന്നെ ഇവർ ഈ വാക്സിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാരണം അവർക്ക് തന്നെ തോന്നും ഈ പ്രായത്തിലേക്ക് ഇനി വാക്സിനേഷൻ വേണോ എന്നുള്ളൊരു മടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് ഈ വാക്സിനേഷനെ കുറിച്ച്? ഒരു 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റം അവരുടെ കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ന്യൂമോണിയ പോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എസ്പെഷ്യലി ഈ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക്. അപ്പം വൺസ് നമ്മളപ്പം ഇപ്പോൾ ഒരു ന്യൂമോണിയ വന്നു കഴിഞ്ഞ് അവർക്ക് ശ്വാസമുട്ടലൊക്കെ, ഈ ആസ്മയൊക്കെ ഉള്ളവർ, COPD, ശ്വാസകോശം ചുരുങ്ങുന്ന രോഗം ഉള്ളവർക്കൊക്കെ ഈ ന്യൂമോണിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വെന്റിലേറ്ററിൽ വരെ ആക്കേണ്ട ഒരവസ്ഥ വന്നേക്കാം. വെന്റിലേറ്ററിൽ ആക്കുക മാത്രമല്ല, അതിൽ നിന്ന് നമ്മൾ വീൻ ഓഫ് ചെയ്യുക, അതായത് വെന്റിലേറ്റർ മാറ്റാൻ
തന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരും. അവർ വെന്റിലേറ്റർ ഡിപ്പെൻഡൻ്റ് ആകുന്ന അവസ്ഥകൾ നിരവധി വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തടയാനായിട്ടാണ് നമ്മൾ ഈ ന്യൂമോകോക്കൽ വാക്സിന് ഭയങ്കര നിർബന്ധമായിട്ടും എടുക്കണം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ ശ്വാസകോശ രോഗങ്ങൾ ഉള്ള എൽഡർലി സിറ്റിസൺസ്. പിന്നെ അവർ വാക്സിൻ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ എന്തുകൊണ്ട് എടുക്കണം എന്നിപ്പോൾ മാം പറഞ്ഞു. അവർക്കിപ്പം ന്യൂമോണിയ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു. അതല്ലാതെ എന്തുകൊണ്ടാണ് ഇപ്പം മുതിർന്നവർ പലപ്പോഴും അവർക്കറിയാം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട്, അതായത് വേണ്ട ഇനി വേണ്ട മക്കളെ എന്നുള്ളൊരു ഡയലോഗ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കാരണം ഇനിയിപ്പോൾ ആരോഗ്യം സംരക്ഷിക്കണം, എന്തുകൊണ്ട് അവർക്ക് വാക്സിനേഷൻ നിർബന്ധമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ പ്രൊലോങ്ഡ് ഹോസ്പിറ്റൽ സ്റ്റേ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഇത്ര ഒരു പ്രൊലോങ്ഡ് ഹോസ്പിറ്റൽ സ്റ്റേയും അതിൻ്റെ കോസ്റ്റും നമ്മളിപ്പോൾ ഈ എടുക്കുന്ന ഈ വാക്സിൻ്റെ ഈ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ആ കോസ്റ്റ് മറ്റേ ഹോസ്പിറ്റൽ സ്റ്റേയും അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള വെന്റിലേറ്റർ കോസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വാക്സിൻ്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ബട്ട് ആസ് എ ഹോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഗവൺമെൻറ് ഡയറക്റ്റഡ് ആയിട്ടുള്ളൊരു സ്കെഡ്യൂളോ ഒന്നുമില്ല, ഒരു ഫ്രീ വാക്സിൻസ് ഒന്നും ന്യൂമോകോക്കലിനില്ല. അപ്പോൾ ന്യൂമോകോക്കൽ വാക്സിൻസ് കുറച്ച് കോസ്റ്റ്ലിയാണ് കമ്പയർ ടു റെസ്റ്റ് ഓഫ് ദ വാക്സിൻസ്. എസ്പെഷ്യലി ഇപ്പം ലോഞ്ച് ചെയ്തേക്കുന്ന PCV20 ഒക്കെ അറൗണ്ട് 5,000 വരുന്നുണ്ട്. ബട്ട് അത് വൺസ് ടേക്കൺ PCV20 എടുക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാക്സിനാണ്. അത് പിന്നെ ബൂസ്റ്റർ ഡോസസ് ഒന്നും വേണ്ട. പക്ഷേ PCV13 PPSV23 ഒക്കെ ആണെങ്കിൽ ബൂസ്റ്റർ ഡോസസ് വന്നേക്കാം. ഓക്കെ, ഇപ്പം മാം പറഞ്ഞു ഇപ്പം ചില വാക്സിൻസ് നമുക്ക് എമൗണ്ട് എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഈ വാക്സിനുകളുടെ ഈ വില കൂടുതൽ ഇവരെ വാങ്ങിക്കാനായിട്ട് മുതിർന്നവരെ ബാധിക്കുന്നുണ്ട്. അപ്പം സർക്കാർ പദ്ധതികൾ വഴി എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന തരത്തിലുള്ള വാക്സിൻസ് വേറെ ഉണ്ടോ? ന്യൂമോകോക്കൽ അവൈലബിൾ അല്ല എന്ന് ഇപ്പം മാം പറഞ്ഞു. അപ്പം അതല്ലാണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന മറ്റ് വാക്സിൻസ് ഏതൊക്കെയാണ്? ഫ്രീ ആയിട്ട് കിട്ടുന്ന വാക്സിൻസ് എന്ന് പറയുന്നത് ടെറ്റനസ് വാക്സിനാണ്, ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെയുള്ളത് നമ്മുടെ റേബീസ് വാക്സിന്. ഇത് രണ്ടുമാണ് ഗവൺമെൻറ് സ്പോൺസേർഡ് ആയിട്ടുള്ള വാക്സിൻസ് ഉള്ളത് നിലവിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമ്മൾ ഓരോ ഹോസ്പിറ്റൽസ് അതെ പേ ചെയ്ത് വാങ്ങിക്കേണ്ട വാക്സിൻസ് ആണ്. മാം പറഞ്ഞു നമുക്ക് ഫ്രീ ആയിട്ട് റാബീസ് വാക്സിനേഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് എപ്പോൾ മുതലാണ് എടുക്കേണ്ടത്? അതിൻ്റെ ഇപ്പം കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാമോ? എപ്പോഴാണ് ആളുകൾ എടുക്കേണ്ടത്, ഏതാണ് സ്കെഡ്യൂൾ, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ? നമ്മളിപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പട്ടി കടിച്ചു കഴിഞ്ഞാലാണ് ഈ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ കൊടുക്കുന്നത്. പക്ഷെ അതല്ലാതെ നമുക്ക് പ്രീ എക്സ്പോഷർ, ഈ പട്ടി കടിക്കുന്നതിന് മുന്നേ വാക്സിനേഷൻ എടുക്കാൻ പറ്റുന്ന സ്കെഡ്യൂള് നമുക്ക് ഉണ്ട്. അതിൽ കൂടുതലായിട്ട് ഈ റേബീസ് വാക്സിൻ എടുക്കുന്നത് വെറ്ററിനറി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വെറ്ററിനറി ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ്, പിന്നെ ലാബ് പേഴ്സണൽസ്, ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഉള്ളത് നമ്മൾ ഈ മോർണിംഗ് വാക്ക്, ജോഗിങ് അതിനൊക്കെ പോകുന്ന ആൾക്കാർക്കും ഈ പ്രീ എക്സ്പോഷർ റേബീസ് വാക്സിൻ എടുക്കാം. അതൊരു 0, 7, 21 ഡേയ്സ് ഇങ്ങനെ 3 ഡോസ് വാക്സിനാണ്. പിന്നെ നമ്മളൊരു 6 മന്ത്സ് കൂടുമ്പോൾ ആ ടൈറ്റർ ഒന്ന് ചെക്ക് ചെയ്യേണ്ട വരും. റേബീസ് വാക്സിൻ അഡിക്വേറ്റ്ലി വാക്സിനേറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി റേബീസ് ആൻറ്റിബോഡീസ് അതിൻ്റെ ടൈറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട വരും. 6 മന്ത്സ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് 6 മന്ത്സ് കഴിയുമ്പോൾ നമ്മൾ ടൈറ്റർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ആൻറ്റിബോഡി ടൈറ്റർ അഡിക്വേറ്റ്ലി വാക്സിനേറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി. പിന്നെ നമ്മളൊരു 2 ഇയേഴ്സ് കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും വാക്സിനേഷനുകളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ളത് RJ ജോ. 89.6 FM സർഗക്ഷേത്ര. SK Junction. പാട്ടുകൾക്കിടയിൽ ഞങ്ങളിവിടുത്തെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ വെള്ളം കുടിക്കുന്നു, ഡോക്ടറിനോട് ഡോക്ടറെ അങ്ങനെയുള്ള സംഭവമുണ്ട്, ഇതുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, നമ്മൾ ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കാരണം ഇത് ഓഗസ്റ്റ് മാസം നാഷണൽ ഇമ്മ്യൂണൈസേഷൻ അവയർനെസ് മന്ത് ആണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരുപാട് വാക്സിനേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അഡൾട്ട് വാക്സിനെ കുറിച്ച് അറിയണം. കാരണം ഇപ്പം എല്ലാ ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതലും ആളുകൾ ഭയങ്കരമായിട്ട് ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് ആയി മാറിയത്. ഇപ്പം ഡയറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സസൈസ് ആയിക്കോട്ടെ, എല്ലാം അവർക്ക് കൊറോണയ്ക്ക് ശേഷം ഓക്കെ ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഇനി ആരോഗ്യം കുറച്ചധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ കൊറോണയ്ക്ക് ശേഷം വാക്സിനേഷന് ഉള്ള ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, ഈ അഡൾട്ട് വാക്സിനേഷൻ്റെ സ്വീകാര്യത എന്തുമാത്രമാണ്, അതെങ്ങനെയാണ് ഒരു വ്യക്തിയെ ആരോഗ്യപരമായി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയാമോ?
ഓക്കെ, ഈ പറഞ്ഞ പോലെ ഈ കൊറോണ കാലഘട്ടത്തിൽ തുടക്കം നമുക്ക് വാക്സിൻ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ആ സമയങ്ങളിൽ നമുക്ക് കുറേ കൊറോണ റിലേറ്റഡ് ഡെത്ത്സ് ഉണ്ടായിട്ടുണ്ട്. മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. വൺസ് നമ്മൾ മാസ് വാക്സിനേഷൻ, കോവിഡ് വാക്സിനേഷൻ മാസ്സായിട്ട് എടുത്തതിന് ശേഷം കൊറോണ റിപ്പോർട്ടഡ് ആണെങ്കിലും, കേസസ് റിപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്കത് റിലേറ്റഡ് ഡെത്ത്സ് വളരെ കുറവാണ്. അപ്പം ഡെഫിനറ്റ്ലി ഈ കോവിഡ് എറയ്ക്ക് ശേഷം വരുന്ന ഈ ഒരു ടൈമിൽ കുറേ ആൾക്കാർ അഡൾട്ട് വാക്സിനേഷന് കുറച്ചും കൂടെ വില്ലിങ് ആണ്, സ്വീകാര്യതയുണ്ട് ഡെഫിനറ്റായിട്ടും. അതുപോലെ തന്നെ ഈ അഡൾട്ട് വാക്സിനേഷനുമായിട്ട് സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട് സമൂഹത്തിൽ. അപ്പം മാറ്റേണ്ട തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി ഒന്ന് പറയാമോ? മെയിനായിട്ട് മാറ്റേണ്ട തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല വാക്സിനേഷൻ, മുതിർന്ന ആൾക്കാർക്കും ഈവൻ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ HPV വാക്സിനൊക്കെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ കല്യാണത്തിന് മുന്നേ എടുക്കാവുന്ന ഒരു വാക്സിനാണ് HPV വാക്സിൻ. അപ്പം അതൊരു ലൈഫ് കോഴ്സ് ഇമ്മ്യൂണൈസേഷനാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കേണ്ടത്. റൈറ്റ് ഫ്രം വൂംബ് ടു ടൂംബ് നമുക്ക് വാക്സിൻ ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന വാക്സിനേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്, വാക്സിനുകളെ കുറിച്ചാണ് കേൾക്കുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ, ഇനിയും ചില കാര്യങ്ങളൊക്കെ കൂടി ഡോക്ടറിനോട് ചോദിച്ചറിയണം. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. SK ജംഗ്ഷനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ് നമ്മുടെ കൂടെ. ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലങ്ക. മാം, നമ്മൾ വാക്സിൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചത് വാക്സിൻസ് നമുക്ക് നൽകുന്ന പ്രൊട്ടക്ഷനാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾക്ക് വാക്സിനേഷൻ എങ്ങനെയാണ് പ്രൊട്ടക്ഷനായി മാറുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സുരക്ഷിതമാണോ എന്നുള്ളതും കൂടെ ഒന്ന് പറയാമോ? നമുക്ക് ഈ വാക്സിൻസ് എന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. ബ്രോഡ്ലി നമുക്ക് ലൈവ് വാക്സിൻസും ഇനാക്റ്റീവ് വാക്സിൻസും രണ്ടായിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രതിരോധശേഷി കുറവുള്ള രോഗികൾക്ക് ലൈവ് വാക്സിൻസ് ജനറലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലൈവ് വാക്സിൻ എന്ന് പറയുമ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ചിക്കൻ പോക്സ് വാക്സിനും അതൊന്നും നമ്മൾ ജനറലി അഡ്വൈസ് ചെയ്യാത്ത ഒരു വാക്സിനാണ്. പക്ഷേ ഇനാക്റ്റീവ് വാക്സിൻസ് പ്രതിരോധശേഷി കുറവുള്ള രോഗികൾക്കും കൊടുക്കാം. പക്ഷേ അതിലാണെങ്കിൽ തന്നെയും ഓരോ കാറ്റഗറി അനുസരിച്ചുണ്ട്. ചിലത് പറ്റത്തില്ലാത്ത വാക്സിൻസ് ഉണ്ട്. ഈവൻ ഇമ്മ്യൂണൈസേഷൻ ഈ പ്രതിരോധശേഷി കുറവുള്ള ആൾക്കാർക്കും പറ്റാത്ത ചില വാക്സിൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ കൊക്കോൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം ഈ പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി ഫാമിലി മെമ്പേഴ്സ് ലൈവും ഇനാക്റ്റീവും ആയിട്ടുള്ള അഡൾട്ട് വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇതിനാണ് കൊക്കോൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും യെസ്, അപ്പം പ്രതിരോധശേഷി ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത് സുരക്ഷിതമാണോ, അതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധി എന്താണ് എന്നുള്ളത് കേൾക്കുമ്പോൾ, ഇനി വാക്സിനേഷൻ എടുക്കാത്ത മുതിർന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം അതൊന്ന് പറയാമോ മാം? യെസ്, വാക്സിനേഷൻ എടുക്കാത്ത ആൾക്കാർക്ക്, ഈ എസ്പെഷ്യലി സീനിയർ സിറ്റിസൺസിന് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അവർക്കുള്ള ഡിസീസസ്, അവർക്ക് കുറേ ഡിസീസ് ബേർഡൻസ് ഉണ്ടായിരിക്കും. ലൈക്ക് ഇപ്പോൾ കിഡ്നി സംബന്ധമായ രോഗി, ഡയാലിസിസ് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു ചെറിയൊരു ഫീവർ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ അത് പിന്നെ അത് ഫ്ലെയർ അപ്പ് ചെയ്ത് ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ന്യൂമോണിയ ആകാം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഹെപ്പറ്റൈറ്റിസ് വല്ലതും പിടിപെട്ടാൽ അത് ഈവൻ ഈ ഹെപ്പറ്റൈറ്റിസ് B പോലത്തെ വൈറസസ് ഒക്കെ ആണെങ്കിൽ ഈവൻ ലിവർ ക്യാൻസർ വരെ കോസ് ചെയ്യാൻ പറ്റുന്ന വൈറസാണത്. അപ്പം അങ്ങനത്തെ ഇത് ഡിസീസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും നമ്മൾ വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെ ഒരുപാട് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വാക്സിനുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് SK ജംഗ്ഷനിലൂടെ. ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ അവയർനെസ് മന്ത്. മാം, എല്ലാം അവയർനെസ് കൊടുത്തിട്ടുണ്ടോ?
അവയർനെസ് ഇതിലൂടെ ഇപ്പോൾ കൊടുക്കുകയാണ്. നമ്മളിപ്പം ഈ ഒരു 2 മണിക്കൂർ തുടർന്ന് നമ്മൾ എന്താണ് വാക്സിൻ, എന്തുകൊണ്ട് വാക്സിൻ, എങ്ങനെ വേണം വാക്സിൻ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു SK ജംഗ്ഷനിലൂടെ. നമുക്കത് ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. അപ്പം മാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി അവസാനമായിട്ട് ഒരു ഡോക്ടറിൻ്റെ ഒരു കുറിപ്പെന്ന് പറയില്ലേ, അതുപോലെ ഇന്നോട്ടായിട്ട് എന്താണ് മാമിന് പറയാനായിട്ടുള്ളത്? വാക്സിൻ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് നമുക്ക് ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് എല്ലാവരും വാക്സിനേറ്റഡ് ആകുക, സ്റ്റേ പ്രൊട്ടക്റ്റഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഈ രോഗങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. വളരെ ചെറിയൊരു കുറിപ്പ്, ഞാനൊരു വലിയൊരു കുറിപ്പൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഡോക്ടർ ഈ ഒരു നിമിഷം ഫുള്ള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിവേ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം മാം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വാക്സിനേറ്റഡ് ആവുക. എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പം ചിലവർ മറന്നു പോയിട്ടുണ്ടായിരിക്കാം, ഇത് കേൾക്കുമ്പോഴാണ് അയ്യോ അത് എടുത്തില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഇന്ദു ബാമ മാത്യു, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷനും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് RJ Joe signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.